നമസ്കാരം. കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മണിശങ്കർ അയ്യർ പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഇന്നലെ സംസ്ഥാന സർക്കാർ നടത്തിയ പ്ലാനിംഗ് ബോർഡിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. വേദിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹം ആ ഒരു പരാമർശം നടത്തിയത്. അപ്പോൾ ഈ ഒരു പരാമർശത്തിലൂടെ കേരളത്തിലെ കോൺഗ്രസിനെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് മണിശങ്കർ അയ്യർ എന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളമാണ് നമ്പർ 1 എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. The only state of India in which progress has been made in the Gandhiji's direction is the Marxist-Leninist Party of India. So in the presence of the Chief Minister, who I'm sure... നമസ്കാരം. കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മണിശങ്കർ അയ്യർ പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഇന്നലെ സംസ്ഥാന സർക്കാർ നടത്തിയ പ്ലാനിംഗ് ബോർഡിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. വേദിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹം ആ ഒരു പരാമർശം നടത്തിയത്. അപ്പോൾ ഈ ഒരു പരാമർശത്തിലൂടെ കേരളത്തിലെ കോൺഗ്രസിനെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് മണിശങ്കർ അയ്യർ എന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളമാണ് നമ്പർ 1 എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. The only state of India in which progress has been made in the Gandhiji's direction is the Marxist-Leninist Party of India. So in the presence of the Chief Minister, who I'm sure will be the next